എന്നാൽ വയുറദ്ദു തള്ളപ്പെടും മാ കാലഹു അവലൻ മാ കാലഹു ആ ബാദ് പറഞ്ഞിരിക്കുന്ന ഒന്നിനെ അവലൻ ആദ്യമായി ബിമാ മറ കഴിഞ്ഞു പോയ ഒന്നുകൊണ്ട് ഫി റദ്ദി കലാമിൽ അദ്റഈ തവസ്സുത്തിൽ അദ്റഈ ഇമാമ് പറഞ്ഞിരിക്കുന്ന വാക്കിനെ റദ്ദ് ചെയ്യുന്നതിൽ കഴിഞ്ഞുപോയ ഒന്നുകൊണ്ട് ആദ്യമായി ഈ വാദം തള്ളപ്പെടും. അതായത് സരീഹാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഫകമാ അന്ന കുല്ലം മിൻ ഹാദൈനി സരീഹുൻ ഫീ ബാബി ഫകദാലിക ദാക്, അത് സരീഹാണ് എന്ന് പറഞ്ഞ അതുകൊണ്ട് റദ്ദ് ചെയ്യപ്പെടും. വസാനിയൻ രണ്ടാമതായ നിലക്ക് ബി അന്ന മാ ദക്കറഹു ലം യരിദ്, ആ ബാദ് പറഞ്ഞിരിക്കുന്ന ആ ഒന്ന് ലം യരിദ് അങ്ങനെ ഹദീസുകളിൽ വന്നിട്ടില്ല. ബിസ്മില്ലാഹി ഹാദിഹി ഹഖീഖത്തു ഫുലാൻ എന്ന് അറക്കുമ്പോൾ പറയണമെന്നത് ഹദീസിൽ വന്നതല്ല. അങ്ങനെ വന്നതാണെങ്കിലേ തെളിവാക്കാൻ പറ്റുള്ളൂ. വൈന്നമ സുന്നത്തു മാ ഏത്തി, സുന്നത്ത് ഈ ശേഷം വരുന്ന ഒന്നാണ്. എന്താണത്? അല്ലാഹുമ്മ ഹാദിഹി ഹഖീഖത്തു ഫുലാൻ, അല്ലാഹുവേ ഹാദിഹി ഇത് ഹഖീഖത്തു ഫുലാനിൻ, ഫുലാനിൻ്റെ ഹഖീഖത്താണ്. അവിടെ അല്ലാഹുമ്മ ഹാദിഹി എന്ന വാക്കുണ്ടായത് കൊണ്ട് വഹാദ ഇത് സരീഹും ഫി ദുആഇ, അത് ദുആയിൽ സരീഹാണ്. ഫലൈസ, അപ്പോൾ അതല്ലല്ലോ, മിമ്മ ഒന്നിൽപ്പെട്ടതല്ല, നഹനു നമ്മളാകുന്ന ഫീഹി ആ ഒന്നില. അപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന ആ വിഷയത്തിൽപ്പെട്ടതല്ല. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതിനെ പറ്റിയാണ്, ഇഖ്ബാറിനെ പറ്റിയാണ്. ചോദിക്കുന്നവരോടൊക്കെ ഹാദിഹി ഉദ്ഹിയത്തുൻ ഹാദാ ഹാദിയുൻ ഹാദിഹി ഹഖീഖത്തുൻ എന്ന് പറയുന്നതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഹഖീഖത്ത് അറക്കുന്ന സമയത്ത് അല്ലാഹുമ്മ ഹാദിഹി ഹഖീഖത്തു ഫുലാൻ എന്ന് പറയുന്ന അത്. ഒബി ഫർദി അന്നഹും ദക്കറു ദാലിക, ഇനി അഥവാ ഇങ്ങനെ വന്നിട്ടില്ല എന്ന് ആദ്യം പറഞ്ഞു, ഇനി അഥവാ അസ്ഹാബ് അങ്ങനെ പറയണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് സങ്കല്പിക്കൽ കൊണ്ട് അങ്ങനെ സങ്കല്പിക്കൽ കൊണ്ട് ലാ ഷാഹിദ ഫീഹി, അതിൽ തെളിവൊന്നുമില്ല ഈ പറഞ്ഞ ഭാഗത്തിന്. അതെന്നാൽ വീണ്ടും ലി അന്ന ദിക്റഹു ബാദൽ ബസ്മലത്തി, കാരണം ആ വാക്കിനെ ബസ്മലത്തിന് ശേഷം പറഞ്ഞത് ബിസ്മില്ലാഹി ഹാദിഹി ഹഖീഖത്തു ഫുലാൻ എന്നാണല്ലോ. അപ്പോൾ ആദ്യം ബിസ്മില്ലാഹി പറഞ്ഞു, ആ ബസ്മലത്തിന് ശേഷം ഹാദിഹി ഹഖീഖത്തു ഫുലാൻ എന്ന് പറയൽ സരീഹുൻ ഫി അന്നഹു ലം യുറദ് ബിഹി ഇല്ല തബറുക്ക്, അതുകൊണ്ട് തബറുക്ക് അല്ലാതെ ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല എന്നതിൽ വ്യക്തമാണ്. തബറുക്കിന് വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ ഫൗലിമ അറിയപ്പെട്ടു അന്ന ഹാദാ ഖരീനത്തുൻ ലഫ്ദിയത്തുൻ സാരിഫത്തുൻ, ഇത് ഈ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഒരു അടയാളമാണ് ലഫ്ദിയായ. സാരിഫത്തുൻ അതിനെ നമ്മളുള്ള ഈ വിഷയമല്ലത്, വേറെ വിഷയത്തിലേക്ക് അതിനെ തിരിച്ച് വിടുന്ന ഒരു അടയാളമാണ്. വലാ കദാലിക, അങ്ങനെയല്ല ഫി ഹാദിഹി ഉദ്ഹിയത്തുൻ, ഹാദിഹി ഉദ്ഹിയത്തുൻ എന്നത്. അപ്പോൾ ഹാദിഹി ഉദ്ഹിയത്തുൻ എന്ന് പറയുമ്പോൾ ബിസ്മില്ലാഹി എന്ന വാക്ക് പറയുന്നില്ല. അറക്കുമ്പോൾ തബറുക്കിന് വേണ്ടിയാണല്ലോ ബിസ്മില്ലാഹി പറയാം. അല്ലെങ്കിൽ അല്ലാഹുമ്മ എന്ന വാക്ക് അഥവാ ഇതാക്കി അങ്ങനെ ഉണ്ടായി നോക്കുക. തബറുക്കിന് വേണ്ടി അല്ലാഹുമ്മ പറഞ്ഞ ഹാദിഹി
ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞ് അങ്ങനെയും ഒരു ഉപയോഗമില്ല. ഇവിടെ ഇതായി ചോദിക്കുന്നവരോടൊക്കെ ഇതാക്കി ജവാബ് പറഞ്ഞുകൊണ്ടാണ്. അപ്പോഴോ അങ്ങനെ പറയുമ്പോൾ അത് എവിടേക്കാണ് പോകുന്നത്? അത് വുജൂബിലേക്ക് തിരിയും. വഫഹമ ഖൗലന, നമ്മുടെ വാക്കറിയിച്ചു. നമ്മുടെ വാക്കറിയിച്ചു. അദാൻ, അദാൻ എന്ന വാക്കറിയിച്ചു. ലസിമഹു ദബുഹുഹാ ഫി ഹാദൽ വക്തി അദാൻ എന്ന് പറഞ്ഞു. അവിടെ അദാൻ എന്ന് ഷാരിയെ കൂട്ടി കൊടുത്തു. ശരിയേ? ശരി. ഈ ഫോണെന്നാണായി കൊടുത്തു. വേവണാക്കി വെക്ക്. ഇവിടെ ഓണാക്കി വെച്ചൊക്കെ നമ്മളിവിടെ കൂട്ടിക്കൊടുത്തു അദാൻ. ഈ അദാൻ എന്ന വാക്ക് അറിയിച്ചു. അവിടെ ആയി കുളിക്കാൻ പറഞ്ഞാൽ മതി. വഫഹമ ഖൗലന, നമ്മുടെ വാക്കറിയിച്ചു അദാൻ. അദാൻ എന്ന വാക്കറിയിച്ചു.